വാ സോഫി. ഡെയ്സിയെ കാണണം. ഒരു ഭാഗത്ത് എല്ലാം ശരിക്കും മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടികൾ, മറുഭാഗത്ത് ഒന്നും തന്നെ മനസ്സിലാകാത്ത ഇവരും. രണ്ടും കൂടെ എത്ര ഈസി ആയിട്ടാ മാനേജ് ചെയ്യുന്നേ. കർത്താവിന്റെ കൃപ എന്നും നിനക്കുണ്ടാവട്ടെ. നമ്മുടെ സ്കൂളിലെ കുട്ടികളും ഇവരും എൻ്റെ ലൈഫ്. എനിക്കിതല്ലാതെ വേറൊരു ജീവിതമില്ല. എനിക്കുള്ള സന്തോഷം ദുഃഖം എല്ലാം ഇവരുമായിട്ടാ ഷെയർ ചെയ്യുന്നേ. ഈ ലൈഫിൽ ഞാൻ ഹാപ്പിയാ. ആരും ഇല്ലാത്തവരെ സംരക്ഷിക്കുന്നതല്ലേ ദൈവം നിനക്ക് നല്ലതേ തരൂ. സോഫി 11th വരെ സ്പോൺസർഷിപ്പിലാ പഠിച്ചത്. ആ സ്പോൺസർ കഴിഞ്ഞ മാസം മരിച്ചുപോയി ഡെയ്സി. ഇവക്ക് തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം. സ്കൂൾ കറസ്പോണ്ടന്റായി നീയും ഇവിടെ മറ്റെല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് ഫാദർ സ്റ്റീഫൻ ഇവൾ ഇവിടെ നിന്ന് പഠിക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞു. ഫാദർ സ്റ്റീഫൻ എല്ലാ കാര്യങ്ങളും മെയിൽ ചെയ്തിരുന്നു. സോഫിക്ക് ഇവിടെ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. എന്താ മേലോട്ട് പോവാണോ? എന്തിനാ റോക്കറ്റ് വിടാനോ? നീയും പോന്നോ? പോണം. ഒന്ന് ചുമ്മാ ഇരടാ. നിങ്ങളും വരുന്നോ? നിക്ക്. എന്താ? സ്വിച്ച് ഓഫ് ചെയ്യണ്ടേ? അതൊക്കെ എനിക്കറിയാം. നീ സ്റ്റൂള് നന്നായിട്ട് പിടിച്ചോണ്ടിരുന്നോ? നല്ലത് പറഞ്ഞാൽ ഒരുത്തിനും കേക്കില്ല. റോക്കറ്റ് എപ്പോഴാ പോകുന്നേ? അയ്യോ, അയ്യോ, ശങ്കരേ, ഇതൊക്കെ ഇലക്ട്രീഷ്യനെ വിളിച്ച് പറഞ്ഞ പോരെ? നിനക്ക് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? മദർ, ഇവന്റെ പേര് ശങ്കർ. നമ്മുടെ സ്കൂളിൽ +2 പഠിക്കുക. ഇവനാ സ്കൂൾ ടോപ്പർ. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും ഇവിടെ തന്നെയാ. ശങ്കരേ, ഇത് സോഫി, +2 ന്യൂ അഡ്മിഷൻ. നിന്റെ ക്ലാസ്സിലാ. ഇവിടെ താമസിക്കുന്നേ. നാളെ നീ സ്കൂളിൽ പോകുമ്പോ ഇവിടെയും കൂട്ടിക്കോ. 2-3 ദിവസത്തിനുള്ളിൽ വഴി നിനക്ക് മനസ്സിലാവും, അല്ലേ സോഫി? ആ, എന്നാ ഞാൻ വരട്ടെ. ഗോഡ് ബ്ലെസ് യു സോഫി. റോക്കറ്റ് വീണ് പോയി. ഞാൻ സ്കൂളിലേക്ക് പോവാ. വരുന്നുണ്ടേ, വേഗം വാ. ഞാനെന്താ ബൾബ് മാറ്റിയിടാ? കണ്ണ് കാണില്ല. റെഡി ആയിക്കൊണ്ടിരിക്കുക. ടൈം എടുക്കും. വെയിറ്റ് ചെയ്. ഈ കമ്മലാണോ നല്ലത്? ഈ കമ്മലോ? ഏയ് ഏയ് നിൽക്ക്. നില്ല് നില്ല്. ഏയ് പതുക്കെ. ഏയ് ശങ്കർ, ഏയ് നില്ലടാ. എന്നെ കൂടി കൊണ്ടുപോ. കുട്ടി, നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്. നിനക്കറിയാവുന്ന മലയാളം പാട്ട് പാടി ഡാൻസ് കളിക്ക്. ഓക്കെ അല്ലേ? അറിയില്ലെന്നങ്ങനെ നീ പറഞ്ഞ പഞ്ചാബി ഡാൻസ് ചെയ്തോ? കണ്ടോടാ, മാറ്റിയടാ പാട്ട്. തുടക്കം തുരങ്കമാക്കി, മാംഗല്യം ചാഞ്ചല്യമാക്കി. ഇങ്ങനെ പോയാ മലയാളിയെ കൊലയാളിയാക്കോടാ ഇവൻ. നിർത്തിയേക്കടാ ഇതെല്ലാം. ക്യാമറ നമുക്ക് ഇവിടെ വെക്കാല്ലേ? വാ വാ. അയ്യാ വാ, ഇങ്ങ് വന്നേ. അങ്ങനെ ഡാൻസ് ചെയ്ത് പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. മോളെ തുമ്മലെ. എന്റെ പേര് അതല്ല, സോഫിയ. സോഫി എന്ന് വിളിച്ചാ മതി. ചേച്ചാ, ഇന്നു മുതൽ അതാ നിന്റെ പേര്, തുമ്മൽ. ഇനി ഒരു സ്പെഷ്യൽ തുമ്മൽ കാണണം. തുമ്മൽ. സോഫി, ഷോ മീ യുവർ തുമ്മൽ. അതൊക്കെ പെട്ടെന്ന് ചോദിച്ചാ എങ്ങനെ വരും? തനിയെ വരണം. തനിയെ വരണോ? അത് പോരാ, ഇപ്പൊ വരണം.
ആ മച്ചാ ആ. വല്ലഭന് ആ പുല്ലും ആയുധം. നിന്റെയൊക്കെ വിചാരം എന്താടാ? മര്യാദക്ക് എന്നെ പേര് വിളിച്ചോണം. ഇഡിയറ്റ്സ്. മനുഷ്യനെ ജനിച്ചാൽ തുമ്മും. അത് തെറ്റോ കുറ്റമോ അല്ല. തുമ്മലാണോ നിനക്ക് പ്രശ്നം? അയ്യ, പോത്തിനെ പോലെ വളർന്നല്ലോ. ഒരു പെണ്ണിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും ഇതുവരെ പഠിച്ചിട്ടില്ല. സ്റ്റുപ്പിഡ്. നിസ്സാരം ഒരു ബൾബ് മാറ്റാൻ അറിയില്ല. എന്നിട്ട് എന്നെ കളിയാക്കുന്നേ? കോവറ് കഴുത. ഏയ്, നിന്നെ കണ്ടാലേ കരിഞ്ഞ കുഞ്ഞിരാമനെ പോലെയുണ്ട്. മൂക്കില് പുല്ല് വെക്കുന്നോ? ഒരെണ്ണങ്ങ് തന്നാലുണ്ടല്ലോ. ഡ്രാഗ് ചെയ്യാൻ വന്നേക്കുന്നവരെ കോലം കണ്ടില്ലേ? എന്നെ മാത്രല്ല, ഇനി മുതൽ വേറെ ആരെങ്കിലും ഡ്രാഗ് ചെയ്യുന്ന ഞാൻ കണ്ട വലിച്ചു കീറിക്കളയും. എന്താടാ ഇത്? ഡീസന്റ് ആണെന്ന് വിചാരിച്ചത് ഇപ്പൊ വെറും തൊട്ടിയാണെന്ന് തോന്നുന്നല്ലോ. Bad boys with a power to rock you, blowing your mind, so you gotta get into 5. What you waiting for? If you wanna. ആള് പുതിയതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണോ അളിയാ? പുതിയവർക്ക് മര്യാദ വേണ്ടേ മോളെ? ബഹുമാനം വേണ്ട. ആ, അറ്റ്ലീസ്റ്റ് കുറച്ചൊരു ലവ് എങ്കിലും വേണ്ടേ? മിണ്ടാതരാ പോട്ടാ. എന്തിനാടാ ഇങ്ങനെ നോക്കുന്നേ? ഏയ്, എന്താ തുറിച്ചു നോക്കുന്നേ? കൈമടക്കി ഒന്ന് തന്നാലുണ്ടല്ലോ. ഓടിക്കാൻ പറ്റില്ല, പണി കൊടുക്കണം. ഏയ്, ഒരു ഡൗട്ടുമില്ല, ഇത് ഉറപ്പായും മെന്റൽ ഹോസ്പിറ്റലിലെ മതിലാടി വന്ന തന്നെ. എന്നാലേ പ്രേമിച്ച് മെന്റലാവുന്നേക്കാളും നല്ലത് ഒരു മെന്റലിനെ പ്രേമിക്കുന്നതാ. അവന്റെ ഒരു കോമഡി മിണ്ടാലിടാ. ശങ്കർ, റെഡിയായോ? ദാ വരുന്നു മാം. രാമകൃഷ്ണൻ നാട്ടിൽ പോയിരിക്കുക. അതുകൊണ്ട് ശങ്കർ അടുക്കള കയറിയത്. നിങ്ങൾക്കറിയില്ല മാം, ഇവിടെ മാത്രം അവനിങ്ങനെ സൈലന്റ് ആയി പൂച്ചയെ പോലെ ഇരിക്കുന്നത്. സ്കൂളിൽ അവനൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് മാം. എല്ലാത്തിനെയും കണ്ട ഒരുമാതിരി പിടികിട്ട പുള്ളികളെ പോലെ തോന്നും. എന്നെ അവന്മാര് പിടിച്ച് റാഗ് ചെയ്തു മാം. ആണോ? അതെ മാം. അവനെ വിളിച്ച് ചോദിക്കട്ടെ? അതൊന്നും വേണ്ട. ഇവിടെ ഇരുത്തി ഞാൻ അവനെ ശരിക്കും നാണം കെടുത്തിക്കോളാം. പ്ലീസ് മാം, മാഡം ഒന്നും അറിയാത്ത പോലെ ഒന്ന് ഇരുന്ന് തന്നാ മതി. ആദ്യം കണ്ട പോലെ അല്ലല്ലോ. നീയും അവന്മാരെ പോലെ ഒരു വിത്ത് തന്നെയാ. നിന്നെ റാഗ് ചെയ്തെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഓക്കെ, പെർമിഷൻ ഗ്രാൻഡഡ്. ആമീൻ. ഇതെന്തൊരു എരിവായത്! ഇതുണ്ടാക്കിയവന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. അല്ലാതെ ആരെങ്കിലും ഇത്രയും എരിവ് ചേർക്കോ? ഇതിനേക്കാൾ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എത്രയോ നല്ലതാ. ശരി, നീ ദോശ മാത്രം കഴിക്കും. ഇപ്പൊ എന്ത് പറ്റി? ദോശയാണോ മാം ഇത്? മാവിന് ഉപ്പ് ചേർത്തോ, ഉപ്പിന് മാവ് ചേർത്തോ എന്ന് ചോദിക്കും മാം. രുചി എന്താന്നറിയാതെ ഉപ്പ് വാരിയിട്ടേക്കുന്നു. നീ എന്തിനാ എഴുന്നേറ്റേ? ഇല്ല മാം, ഞാൻ പിന്നെ കഴിച്ചോളാം. ഉപ്പ് കൂടിപ്പോയി, എരിവ് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വെട്ടി വിഴുങ്ങുന്ന കണ്ടില്ലേ? നീ പിന്നെ കഴിക്കുന്നുള്ളെന്ന് വിചാരിച്ചാ പാത്രം മാത്രമേ കാണൂ. നീ ഇരിക്കെ. എല്ലാം അല്പം കൂടുതലാ മാം. എന്ത് ചെയ്യാനാ, വിശക്കുന്നു. ബൈ. ഇവർക്ക് നിന്നോട് സോറി പറയണമെന്ന്. അത് തന്നെ. അതെ മോളെ, സോറി. ഈ ബൊക്കെ അങ്ങ് പിടിച്ചോ. നിങ്ങൾ ഭയങ്കര ലക്കിയാ. അതെ സോഫി, ഇത്ര പേരുണ്ടായിട്ട് നിന്റെ പേരാ വന്നത്. വാട്ട് എ സർപ്രൈസ്. അമേസിംഗ്. അതിപ്പോ ആ, ഇപ്പൊ മനസ്സിലായി. നിനക്കൊന്നും മനസ്സിലായില്ലെന്ന്. എന്നാ കേട്ടോ, ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ പൊലിപ്പിച്ചത് മതി, കാര്യം പറയടാ. നമ്മുടെ വേദസാറിന്റെ ബർത്ത്ഡേ ഇന്നാണ്.
എപ്പോ ആർക്ക് ഗിഫ്റ്റ് കൊടുത്താലും വളരെ വ്യത്യസ്തമായി കൊടുക്കുന്നതാ ഞങ്ങളുടെ രീതി, അറിയാമോ? അതുകൊണ്ട് ആര് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ചീട്ടി കുളിക്ക് നോക്കിയേ. എടുത്തപ്പോ അതിൽ നിന്റെ പേരാ വന്നത്. ഇപ്പോഴും മനസ്സിലായില്ലേ? മനസ്സിലാവും, വന്നാട്ടെ. വാ. ആ, വാ. വേഗം വാ. വെയിറ്റ്. ഈ കയറിലെ മൊത്തം ടെക്നിക്ക് ഇരിക്കുന്നത് മുകളിൽ ഞങ്ങൾ രഹസ്യമായി കുറിഞ്ഞിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. പിന്നെ വേദസാറിന് ഇഷ്ടം ഒന്ന് കുഷ്പു, പിന്നെ കുറിഞ്ഞിപ്പൂ. കുഷ്പുവിനെ ഞങ്ങൾക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല, സുന്ദർ സി ഇടിക്കും. അതുകൊണ്ട് ഞങ്ങൾ കുറിഞ്ഞിപ്പൂ വെച്ചത്. ഈ സീനിൽ ടൈമിംഗ് വളരെ പ്രധാനം. നീ എൻട്രൻസിന്റെ ആ സൈഡിൽ നിൽക്ക്, ഞങ്ങൾ ഈ സൈഡിൽ നിൽക്കാം. വേദ വരുമ്പോഴേക്കും ഞങ്ങൾ സിഗ്നൽ തരാം. ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോ കയറി പിടിച്ച് വലിച്ചാ കുറിഞ്ഞിപ്പൂ വീഴും. അപ്പൊ സാറിന്റെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീരുതിരും. അതാണ് അല്ല മച്ചാ. അപ്പൊ നീ ബൊക്ക കൊടുത്തിട്ട് ആശംസ പറയണം. ഇപ്പൊ നിനക്ക് എല്ലാം മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാ ഇത് കഴിഞ്ഞ നമ്മുടെ ഫ്രണ്ട്സ് ഫെവിക്കോൾ വെച്ച പോലെ സ്ട്രോങ് ആയിരിക്കും. അത് തന്നെ. മനസ്സിലായില്ലേ? വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, വാ ഇങ്ങോട്ട് വാ. അവനെ നമ്മളെ പറ്റി അറിയാൻ പാടില്ല. അവനൊരു പണി കൊടുക്കണ കളിയാ. എന്താണ് നമ്മുടെ സ്കൂളിലെ പെമ്പിളാർക്ക് ഇങ്ങനെ ആയിപ്പോയത്? ഇവളുമാരെ കൊണ്ട് ഒരു ഗുണമില്ലാതായി പോയല്ലോ. എന്തിനാണ് നീയൊക്കെ ജീവിച്ചിരിക്കുന്നത്? ഇവനൊക്കെ എന്താ വട്ടായോ? So here's how it started. It started with a beat in my head, and it wouldn't go away, so I added the bass. The bass was fat. I played it to my boys on the 24 track. They like that. ഹാപ്പി ബർത്ത്ഡേ സാർ. ഇപ്പോഴാണ് അവന്മാരുടെ യഥാർത്ഥ രൂപം വെളിയെ വന്നത്. കറക്റ്റ് പോട്ടടാ. ഇതോടെ എന്തായാലും സോഫിയുടെ വാല് പറഞ്ഞല്ലോ. ഇനി എന്തായാലും അവള് നിന്നോട് കളിക്കാൻ പറ്റില്ല. ഇതെന്തായാലും നമുക്കൊന്ന് ആഘോഷിക്കണം മച്ചാ. മച്ചാ, മുകളില് തുണി കഴുകി വിരിച്ചിട്ടുണ്ട്. ഈ മഴയത്ത് അത് നനഞ്ഞു കാണും. ഞാനത് എടുത്തിട്ടിട്ട് വരാം. എന്തായാലും മടി കിട്ടുമെന്ന് ഉറപ്പായി. ഒന്നിച്ചു പോയി വാങ്ങാം. എങ്ങനെയാ നിന്റെ ഷർട്ട് എത്ര ചെളിയായേ? അത് കുഴപ്പമില്ലടാ. നമുക്ക് ഉച്ചക്ക് നൈറ്റ് ഷോയ്ക്ക് പോയാലോ? വേണ്ടളിയാ, നാളെ നൈറ്റ് മോർണിംഗ് ഷോയ്ക്ക് പോകാലോ. ആ ഐഡിയ ഉള്ള. എന്താ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞോ? മാഡം മൊത്തം ഊടായിപ്പാ, വിശ്വസിക്കല്ലേ. ഇപ്പൊ കുറച്ചു നേരം മുമ്പ് അടിയുണ്ടാക്കിയായിരുന്നു. ഇല്ല മാം, ഡാൻസ് പോലെ എന്തോ
ഡാൻസ് പ്രാക്ടീസ് ഡാൻസ് പ്രാക്ടീസ്. ഇപ്പൊ എന്താ പെട്ടെന്നൊരു ഡാൻസ്? അതിപ്പോ മാം മഴ കണ്ട മയിലിനെ പോലെ അല്ലേ? കൃഷിയിലെ ജ്യോതികയെ പോലെ എന്ന് പറയും മാം. മേഘം കറുക്ക്, മിന്നൽ സിറുക്ക്. സ്റ്റോപ്പ് ഇറ്റ്.